2002 ഗുജറാത്ത് കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. 2000 കണക്കിന് ആൾക്കാർക്ക് ജീവൻ നഷ്ടമാവുകയും 1.5 ലക്ഷത്തിലധികം ആൾക്കാർ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഈ കലാപം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എമ്പുരാൻ സിനിമയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് ഗുജറാത്ത് കലാപം. ഈ കലാപം ആരംഭിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് 2002 ഗോദ്രയിൽ സബർമതി എക്സ്പ്രസ് തീവെപ്പോടുകൂടിയാണ്. അയോധ്യ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പരിപാടികളിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർസേവകർ അയോധ്യയിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. ആ കർസേവകരെയും മറ്റു യാത്രക്കാരെയും വഹിച്ചു വരുന്ന ഒരു ട്രെയിനായിരുന്നു സബർമതി എക്സ്പ്രസ്. ആ ട്രെയിന് 2002 ഫെബ്രുവരി 27 ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. ആ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ട്രെയിനിന് തീപിടുത്തമുണ്ടാവുകയും ആ തീപിടുത്തത്തിൽ 27 സ്ത്രീകളും 10 കുട്ടികളും അടക്കം 59 യാത്രക്കാർ വെന്തു മരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് ഗുജറാത്ത് കലാപം. ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നും തർക്കം നിലനിൽക്കുന്ന കാര്യമാണ്. ഇത് തീയിട്ടതാണോ അല്ലെങ്കിൽ ആക്സിഡന്റ് ആണോ എന്നുള്ളത് ഇന്നും തർക്കം നിലനിൽക്കുന്നു. വിവിധങ്ങളായുള്ള കമ്മീഷനുകൾ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ചെങ്കിലും പല കമ്മീഷന്റെയും അന്വേഷണ റിപ്പോർട്ടുകൾ വൈരുദ്ധ്യങ്ങളായിരുന്നു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഭാഷ്യത്തിൽ 2000-ഓളം മുസ്ലിങ്ങൾ ട്രെയിനെ ആക്രമിച്ചു എന്നും അവരെല്ലാവരും കൂടി ട്രെയിൻ കത്തിച്ചു എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് മനുഷ്യത്വരഹിതമായിട്ടുള്ള തീവ്രവാദം എന്നുള്ളതായിരുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് അന്ന് ഉച്ചയ്ക്ക് അവിടെ സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2008 അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് സർക്കാർ നിയമിച്ചിട്ടുള്ള നാനാവധി കമ്മീഷൻ ഇതൊരു ട്രെയിൻ തീവെപ്പാണെന്നും പെട്രോൾ ബോംബുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇത് ആസൂത്രിതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു എന്നുള്ളതും സ്ഥിരീകരിച്ചു. പക്ഷേ 2005 കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള ബാനർജി കമ്മീഷന്റെ റിപ്പോർട്ട് അങ്ങനെയായിരുന്നില്ല. ഇത് വെറും ഒരു അപകടം ആണ് എന്നുള്ളതായിരുന്നു ഈ കമ്മീഷന്റെ റിപ്പോർട്ട്. 72 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന S5 അല്ലെങ്കിൽ S6 കോച്ചിൽ അവിടെ സ്റ്റൗ ഉപയോഗിച്ചു, പാചകത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗ ഉപയോഗിച്ചു. ആ സ്റ്റൗവിൽ നിന്നുണ്ടായിട്ടുള്ള തീ ആണ് ഈ കോച്ച് കത്താനുള്ള കാരണങ്ങൾ ഒന്ന് എന്നുള്ളതായിരുന്നു ഈ കമ്മീഷന്റെ കണ്ടെത്തൽ. പാകിസ്ഥാൻ, ISI മറ്റു ഗൂഢാലോചനകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് ആരോപിച്ചെങ്കിലും ചരിത്രകാരന്മാർ അതിനെയൊക്കെ ലംഘിക്കുന്ന രീതിയിലാണ് പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. പക്ഷേ ഫെബ്രുവരി 27 അന്ന് വൈകുന്നേരമായപ്പോഴേക്കും ഗുജറാത്തിൽ ആ തീ ആളി പടർന്നിട്ടുണ്ടായിരുന്നു. ആ തീയാണ് ഗുജറാത്ത് കലാപം എന്ന് അറിയപ്പെടുന്നത്. 3 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഈ കലാപത്തിൽ 2000-ലധികം ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സങ്കടമായിട്ടുള്ള ഒരു കാര്യം. രാജ്കോട്ട്, വഡോദര, ബറൂച്ച് എന്നീ മേഖലകളിൽ അന്ന് വൈകുന്നേരമായപ്പോഴേക്കും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. ഫെബ്രുവരി 28 ഗുജറാത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. ആ ബന്ദിനെ അന്നത്തെ നരേന്ദ്രമോദി സർക്കാർ പിന്തുണയ്ക്കുകയും ഇതൊരു ആക്രമണത്തിനുള്ള ഒരു വഴിയായിട്ട് മാറുകയും ചെയ്തു. ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായിട്ട് ആദ്യം ആക്രമണം നടന്ന പ്രദേശങ്ങളിലൊന്നായിരുന്നു നരോദ്യ പാട്യ. ഈ നരോദ്യ പാട്യയിലെ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് 5000-ലധികം ജനങ്ങളെ ഇരച്ചെത്തുകയും അവിടെ ആക്രമണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ആക്രമണത്തിൽ 97-ലധികം ആൾക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇവിടെയുള്ളവരെ വെട്ടിയും കുത്തിയും പച്ചക്ക് കത്തിച്ചുമായിരുന്നു കൊന്നിട്ടുണ്ടായിരുന്നത്. അവിടെ കൗസർ ബാനു ഒരു 9 മാസം ഗർഭിണിയായിരുന്നു. അവരുടെ വയറ് കുത്തിക്കീറി അവരുടെ വയറിലുള്ള കുഞ്ഞിനെ പുറത്തെടുത്ത് അത് ശൂലത്തിൽ കയറ്റി എന്നുള്ളത് ഇതിലെ ഒരു നമ്മുടെ ഏറ്റവും ലജ്ജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ ക്രൂരതകളിലൊന്നായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു സംഭവമാണ്. അതേ ദിവസം മറ്റൊരു ആക്രമണം നടന്നിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഗുൽബർഗ് സൊസൈറ്റി. മുസ്ലിം പോഷ് ഏരിയ ആയിരുന്നു അത്. ആ പോഷ് ഏരിയയിലായിരുന്നു ഇഹ്സാൻ ജഫ്രി, മുൻ കോൺഗ്രസ് MP, അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് 250-ലധികം ആൾക്കാർ, അവിടെയുള്ള ചുറ്റുപ്രദേശത്തുള്ള ആൾക്കാർ അഭയം തേടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കലാപകാരികൾ പാഞ്ഞെത്തുകയും ഈ 250 പേരെ ആക്രമിക്കുകയും അതിൽ 68ഓളം പേര് വെന്തു മരിക്കുകയോ അല്ലെങ്കിൽ ചുട്ടുകൊല്ലുകയോ അല്ലെങ്കിൽ അവരെ കുത്തിക്കൊലപ്പെടുത്തുകയോ ചെയ്തു. ഈ ആക്രമണത്തിൽ ഇഹ്സാൻ ജഫ്രിയും കൊല്ലപ്പെട്ടു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ സക്കിയ ജഫ്രി അവർ മരിക്കുന്ന 2025 വരെ പല കേസുകൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർ നീതി കിട്ടാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഈ കലാപത്തിന്റെ ഭാഗമായിട്ട് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന ക്രൂരത നടന്നിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിലെ ദഹോദിലായിരുന്നു. ബിൽക്കിസ് ബാനു 19 വയസ്സ് 5 മാസം ഗർഭിണി. ഇവരെ കലാപകാരികൾ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇവർ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കുടുംബത്തിലുള്ള 17 പേരോടൊപ്പമായിരുന്നു ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ഇവരുടെ അമ്മ, സഹോദരിമാർ, കസിൻസ് എല്ലാം കൂട്ടബലാത്സംഗത്തിന് ഇരയാവുകയും
ഇവരുടെ കുടുംബത്തിൽ 14 പേര് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അവരുടെ ഉറ്റമകളായിട്ടുള്ള സലേഹയെ കലാപകാരികൾ പാറയിൽ തലയിടിച്ചിട്ടാണ് ഇവരുടെ മുന്നിൽ വെച്ചിട്ട് കൊല്ലപ്പെടുന്നത്. ഇവർ കൊല്ലപ്പെട്ടു എന്ന് കരുതി കലാപകാരികൾ ബലാത്സംഗം ചെയ്തതിനു ശേഷം ഉപേക്ഷിച്ചതിനാൽ ഇവർ മാത്രം അതിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഗുജറാത്ത് കത്തുമ്പോൾ ഗുജറാത്ത് സർക്കാർ എന്ത് എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് പിന്നീട് ഉയർന്നിട്ടുള്ള പ്രധാന ചോദ്യങ്ങളിലൊന്ന്. ഈ കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ഇഹ്സാൻ ജഫ്രിയുടെ ഭാര്യ സക്കിയ ജഫ്രി അവർ പറയുകയുണ്ടായി, അവരുടെ ഭർത്താവ് നരേന്ദ്രമോദിയെയും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിക്കുകയുണ്ടായി. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണം, നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു ഉത്തരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഇരിക്കൂ എന്നുള്ളതായിരുന്നു. അങ്ങനെ പോലീസ് അവരെ സഹായിച്ചില്ല. പോലീസ് കലാപത്തിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് അവരുടെ പിന്നീടുണ്ടായിട്ടുള്ള ആരോപണങ്ങളിലൊന്ന്. അവരുടെ പരാതി പോലും എഴുതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും അവർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അന്ന് ഗുജറാത്തിന്റെ ഡെപ്യൂട്ടി ഇന്റലിജൻസ് കമ്മീഷണറായിട്ടുള്ള സഞ്ജീവ് ഭട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം വെളിപ്പെടുത്തി. അന്ന് വൈകിട്ട് മോദിയുടെ വീട്ടിൽ നടന്നിട്ടുള്ള യോഗത്തിൽ മോദി പോലീസിനോട് അല്ലെങ്കിൽ അവരോട് ആവശ്യപ്പെട്ടു, ഹിന്ദുക്കളെ കോപം തീർക്കാൻ വിട്ടേക്ക്, പോലീസ് ഇതിൽ ഇടപെടേണ്ട എന്നുള്ളത്. 2011 ഇതൊരു സത്യവാങ്മൂലമായിട്ട് അദ്ദേഹം ഗുജറാത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 2007 തെഹൽക്ക എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. VHP ബജ്റംഗ് ദൾ നേതാക്കളുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ തെഹൽക്ക അന്ന് അവിടെ പുറത്തുവിട്ടു. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ബാബു ബജ്റംഗി, അദ്ദേഹം ക്യാമറയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് മോദിയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതായിരുന്നു. ആ ബാബു ബജ്റംഗിയുടെ അഭിമുഖം ഇന്നും നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇനി കലാപാനന്തരം എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. തീ അണഞ്ഞപ്പോൾ ഗുജറാത്ത് തകർന്നിരുന്നു. ജനങ്ങളുടെ മനസ്സിൽ വലിയ അകൽച്ച രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരൊരിക്കലും അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ആ അകൽച്ച വ്യാപകമായിരുന്നു. ഗുജറാത്ത് ഒരു സംഘപരിവാർ പരീക്ഷണശാലയായി മാറി. വെറും ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഒരു ദേശീയ നേതാവായിട്ട് ഉയർന്നു. 2003 CBI കേസ് ഏറ്റെടുത്തു. അങ്ങനെ 2008 11 പേർക്ക് ഈ കലാപത്തിന്റെ പേരിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. പക്ഷേ 2022 ഓഗസ്റ്റ് 15 ഗുജറാത്ത് സർക്കാർ ഇവരെല്ലാം നല്ല നടപ്പിന് വെറുതെ വിട്ടു. പക്ഷേ ഇതിനെതിരെ വൻ പ്രതിഷേധമുണ്ടാവുകയും സുപ്രീം കോടതി ഇവരുടെ വെറുതെ വിടൽ റദ്ദാക്കുകയും ചെയ്തു. ബിൽക്കിസ് ബാനുവിന് 50 ലക്ഷം രൂപയും വീടും ജോലിയും നൽകാൻ കോടതി ഉത്തരവിട്ടു. പക്ഷേ എന്തൊക്കെ നൽകിയിട്ടും അവരുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള 14 പേരെയും അവരുടെ കൺമുന്നിൽ വെച്ചിട്ട് പാറയിൽ തലയടിച്ച് കൊന്ന അവരുടെ മകളെയും തിരിച്ചു നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ സക്കിയ ജഫ്രി അവർ 20 വർഷം നീതിക്കായിട്ട് പോരാടി. 2011 മോദി ഉൾപ്പെടെ 61 പേർക്കെതിരെ അവർ കോടതിയിൽ പോയി. പക്ഷേ കോടതി 2012 മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി. 2022 ജൂണിൽ ഈ കേസ് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു. അവർ ഏറ്റവും അവസാനം 2025 ഫെബ്രുവരിയിൽ മരണപ്പെട്ടു. പക്ഷേ ഇപ്പോഴും മുൻ കോൺഗ്രസ് MP ആയിട്ടുള്ള ഇഹ്സാൻ ജഫ്രിയുടെ മരണം നീതിക്കായി കാത്തിരിക്കുന്നു. സഞ്ജീവ് ഭട്ടിനും ഈ കലാപത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നു. 2011 അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ കാരണം അദ്ദേഹം 2011 തന്നെ മുൻകാലങ്ങൾ 1990കളിൽ നടന്ന ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റിലാവുകയും ആ കേസിൽ 2019 അദ്ദേഹത്തെ ജീവപര്യന്ത തടവിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ജയിലറയിലാണ്. തെഹൽക്കയുടെ ഒളിക്യാമറ ഓപ്പറേഷൻ ബാജു ബജ്റംഗിയെയും കൂട്ടാളികളെയും ജയിലറയ്ക്കുള്ളിലാക്കി. പക്ഷേ 2023 മാർച്ചിൽ അദ്ദേഹത്തെയും 67 കൂട്ടാളികളെയും കോടതി വെറുതെ വിട്ടു. ഈ ഗുജറാത്ത് കലാപം ഇന്ത്യക്ക് പുറത്ത് എന്തൊക്കെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. 2005 മാർച്ച് 18 അമേരിക്ക മോദിക്ക് വിസ തടഞ്ഞു. അവരുടെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം മതസ്വാതന്ത്ര്യത്തിനെതിരെ ഗുരുതരമായുള്ള കുറ്റങ്ങൾ ചെയ്തവർക്ക് പ്രവേശനമില്ല എന്നുള്ള കാരണം പറഞ്ഞിട്ടായിരുന്നു മോദിക്ക് വിസ നിഷേധിച്ചത്. അമേരിക്ക മാത്രമല്ല UK-യും മോദിക്ക് വിസ നിഷേധിച്ചു. കലാപം ചെയ്യാൻ കലാപകാരികളെ അദ്ദേഹം അനുവദിച്ചു എന്നുള്ള കാരണം പറഞ്ഞിട്ടായിരുന്നു UK മോദിക്ക് വിസ നിഷേധിച്ചത്. പക്ഷേ ഈ വിലക്ക് 2012 അല്ലെങ്കിൽ 2014 കാലഘട്ടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉയർച്ചയും ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിലക്ക് അമേരിക്കയും UK-യും ഒക്കെ പിൻവലിക്കാനിടയാക്കി. 2 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഗുജറാത്ത് കലാപം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വലിയ മുറിവായി കിടക്കുകയാണ്. ഇതേമാതിരിയുള്ള കലാപങ്ങൾ വീണ്ടും ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ആരെയും ആരോപണങ്ങളിൽ പെടുത്താനോ വേണ്ടി ചെയ്തിട്ടുള്ള വീഡിയോ അല്ല ഇത്. വിവിധങ്ങളായ നാഷണൽ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ സ്വതന്ത്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിനു വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സുകളിൽ ചളി വാരിയിടുകയാൻ ആരും മെടക്കേണ്ടതില്ല എന്നുള്ളതും സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.